ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ഇല്ലാത്ത കുറച്ച് മനുഷ്യരെ കാണാൻ പോവുകയാണ് ഞാൻ. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് അവസരം കിട്ടിയത്. ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിച്ചവരും അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുമായ ഒരു കൂട്ടം ആളുകൾ ഒത്തുകൂടുന്ന ഒരു മീറ്റപ്പിലേക്കാണ് എൻ്റെ യാത്ര. ഇവിടെ രോഗത്തെക്കുറിച്ചുള്ള ദുഃഖമില്ല, മറിച്ച് അതിജീവനത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും കഥകളാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. നമുക്കിന്ന് ഈ കൂട്ടായ്മയുടെ ഭാഗമാകാം അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ പോസിറ്റീവായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. എല്ലാവരും പരസ്പരം അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു, തമാശകൾ പറയുന്നു, പാട്ട് പാടുന്നു, പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്നു. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഭയത്തിൻ്റെയും വേദനയുടെയും ചിത്രങ്ങൾ ഇവിടെയില്ല. പകരം ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ ഇവർ പറയുന്നത് രോഗത്തിൻ്റെയും ചികിത്സയുടെയും പ്രയാസങ്ങളുടെയും അനുഭവങ്ങളായിരിക്കാം. പക്ഷെ അവരുടെ കണ്ണുകളിൽ കാണുന്നത് ശക്തമായ അതിജീവനത്തിൻ്റെ തിളക്കമാണ്. കീമോയുടെയും സർജറിയുടെയും ഒക്കെ വേദനകളെപ്പറ്റിയും ശരീരത്തിൻ്റെ മാറ്റങ്ങളെപ്പറ്റിയും കുടുംബത്തിൻ്റെ സപ്പോർട്ടിനെ പറ്റിയുമെല്ലാം ഇവരിവിടെ പറയുന്നത് വിഷമത്തോടെയല്ല കേട്ടോ, അതിജീവിച്ചതിൻ്റെ സന്തോഷത്തോടെയും കൂടെയുള്ളവർക്ക് സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കരുത്തു പകർന്നുമാണ്. ഓരോ കഥയും ഓരോ പാഠമായിട്ടാണ് എനിക്ക് തോന്നിയത്. ജീവിതം എത്ര വലുതാണെന്ന് ഇവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശരിക്കും ഇവരുടെ കൂട്ടായ്മ എനിക്കൊരു അത്ഭുതമായി തോന്നിയത് ഇവരൊക്കെ വന്ന സ്ഥലങ്ങൾ കേട്ടപ്പോഴാണ്. കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നും ഈ മീറ്റപ്പിലേക്ക് ആളുകൾ ഉണ്ടായിരുന്നു. ഇവർക്ക് ഇതുപോലെയുള്ള മീറ്റപ്പുകൾ എത്രത്തോളം ശക്തി പകരുന്നുണ്ടെന്ന് അവരോടൊപ്പം ചേർന്ന് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും ക്യാൻസർ ഒരു രോഗം മാത്രമാണ്, അതൊരിക്കലും നമ്മുടെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല കേട്ടോ. ഈ ആളുകൾ അതിന് ഉദാഹരണമാണ്. വേദനകളെ ചിരികൊണ്ടും ഭയത്തെ ധൈര്യം കൊണ്ടും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇവർ പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തിയും ജീവിതത്തെ പോസിറ്റീവായി കാണാനുള്ള കഴിവും നമ്മൾ ഇവരിൽ നിന്ന് പഠിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടോ. ഇവിടെ വന്ന ഓരോ വ്യക്തികളെയും ആദരിച്ചാണ് അവർ പിരിഞ്ഞത്. ഇവിടെ വരാനും ഇന്നൊരു ദിവസം ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാനും പറ്റിയത് ഒരു നിമിത്തമായാണ് എനിക്ക് തോന്നുന്നത്. വിലമതിക്കാനാവാത്ത കുറച്ച് നിമിഷങ്ങളും ഓർമ്മകളും ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകളും ഒപ്പം കുറച്ച് നല്ല മനുഷ്യരെ പരിചയപ്പെടാനും പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. 10 വർഷത്തോളമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഇവരുടെ വി ക്യാൻ എന്ന ഈ കൂട്ടായ്മയ്ക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ബൈ.